എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ത്രിവേണി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാർ രാമവർമ്മ രചിച്ച് ശ്രീ ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീദാസേട്ടൻ പാടിയ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം എന്ന ഗാനമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ശ്രുതി 1, അതായത് സി. നമ്മൾ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ 5 ഫിംഗർ ഷഡ്ജമായിട്ട് വായിക്കണം. എങ്കിലാണ് ഈ പാട്ടിൻ്റെ ഫ്ലോ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഷഡ്ജമായിട്ട് വരും. ഇതിൻ്റെ രാഗം ശുദ്ധധന്യാസി. ശുദ്ധധന്യാസി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എല്ലാ ഫുൾ നോട്ട് വരും. സ ഗ മ പ നീ സ, അത് തന്നെ അവരോഹണം. സ നീ പ മ ഗ സ. അപ്പോൾ 2 വിരൽ 4ന്റെ ഫ്ലൂട്ട് എടുത്തിട്ട് അതിൽ 5 വിരൽ പിടിച്ചാൽ 1 വരും. അപ്പോൾ ഒരു കട്ടയ്ക്ക് നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ 3 ഫിംഗർ ആണെങ്കിൽ ഡി ഷാർപ്പിന്റെ ഫ്ലൂട്ട് എടുത്തിട്ട് വായിച്ചാൽ ഇവിടെ സി വരും. മറ്റേതാകുമ്പോൾ എഫിന്റെ ഫ്ലൂട്ട് എടുത്ത് 2 വിരലാകുമ്പോൾ എഫിന്റെ ഫ്ലൂട്ട് എടുത്തിട്ട് ഈ 5 വിരൽ പിടിച്ചാൽ 5 ഫിംഗറിൽ നമുക്ക് ഷഡ്ജം കിട്ടും. ഇതിൽ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഇതാണ് രാഗത്തിന്റെ ഫ്രെയിം. ഇതിൽ മാസ്റ്റർ ഋഷഭം ചേർത്തിട്ടുണ്ട്, പിന്നെ ശുദ്ധദൈവതം ഹമ്മിങ്ങിൽ ചേർത്തിട്ടുണ്ട്. അത് ആ സമയമാകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഇല്ല. അപ്പം നമുക്ക് തുടങ്ങാൻ വേണ്ടി വൈബ്രഫോൺ, അതായത് ബെല്ല് പോലെയുള്ള ഒരു ടോണിൽ നമുക്ക് സ ഗ പ സ എന്ന് നമുക്ക് കൊടുക്കാം. അതായത് ഇതിന്റെ താളം തിസ്രനട, അതായത് 3 അക്ഷരം 1 2 3 1 2 3. വെസ്റ്റേണിൽ പറയുമ്പോൾ 3/4 എന്ന് പറയും. അപ്പോൾ അതാണ് ഈ താളം 1 2 3 1 2 3. അതിൽ നമുക്ക് തുടക്കം ഒരു 4 ബാർ വൈബ്രഫോൺ കൊടുക്കാം. സ ഗ പ സ, എന്നിട്ട് സംഗമം എന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തുടങ്ങാനുള്ളൊരു ക്യൂ കിട്ടും. അപ്പോൾ പല്ലവിയിലേക്ക് പോകുമ്പോൾ സംഗമം സംഗമം സാഗപ, ഷഡ്ജം ഞാൻ 5 ഫിംഗറിലാണ് ഷഡ്ജം. സാഗപ സാനി പ സാനി, ആ നീക്ക് നിസനി എന്നൊരു ടച്ച് വരും. സാനി നി പ. ഒന്നൊരു പറയാം. സാഗപ സാനി നി പ. ഫ്ലൂട്ടിൽ വരുമ്പോൾ എന്നിട്ട് വായിക്കാം. ത്രിവേണി സംഗമം സ സ നി സ നി സ നി സ. ത്രിവേണി സംഗമം സ സ നി സ നി സ നി സ.
അത് രണ്ടും ഞാൻ ചേർന്ന് വായിക്കാം. സ ഗ പ സ നി പ സ സ നി സ നി സ നി സ. ഒന്നുകൂടി വായിക്കാം. ശൃംഗാരപദമാടും യാമം മ പ പ മ പ പ പ പ പ പ ഗ പ പ പദ പ ഒരു ചെറിയ ടച്ച് വരും. പ പ പദ പ ശുദ്ധ ദൈവത്തിൽ ഒരു ചെറിയ ടച്ച് വരും. മ പ പ മ പ പ പദ പ ഗ മ മ മ പ പ മ പ പ പ ഗ മ മ. സഗരി നി സ സ മദാലസയാമം സഗരി. ഇവിടെ ഒരു വലിയ ഋഷഭം മാസ്റ്റർ ചേർത്തിട്ടുണ്ട്. സഗരി നി സ സ മദാലസയാമം. ശൃംഗാരപദമാടും യാമം മദാലസയാമം ഞാൻ ചേർത്ത് പറയാം. മ പ പ മ പ പ പ ഗ മ മ സ ഗ രി നി സ സ. ഫ്ലൂട്ട് വരുമ്പോ ഒന്നുകൂടി വായിക്കാം. അപ്പോൾ മദാലസയാമെന്ന് പറയുമ്പോൾ ഫ്ലൂട്ടിലൊരു മ്യൂസിക്, ഒരു ചെറിയ ലിങ്ക് എന്ന് പറയും. അതുകൂടി കഴിഞ്ഞിട്ടാണ് സംഗമം വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ പ മ പ ഗ സ നി അങ്ങനെ ലിങ്ക് വരും. പ മ പ ഗ സ നി ഇതേ ഫിംഗറിൽ തന്നെയാണ് വായിച്ചിരിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. അപ്പോൾ മദാലസയാമം അത്രയും വന്നിട്ടാണ് വീണ്ടും സംഗമം വീണ്ടും വായിക്കുന്നത്. അതിൻ്റെ എൻഡിലും വരും ഈ പ മ പ ഗ സ നി. ഇങ്ങനെ 2 തവണ വരും പല്ലവി. അപ്പം ഞാൻ 2 തവണ ഫുള്ളായിട്ട് വായിക്കാം. ഇതാണ് പല്ലവി. ഇതെല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.